ഇന്ന് നമ്മൾ 2026ലേക്കുള്ള 3 നേച്ചർ കലണ്ടേഴ്സിൻ്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റത്തെ ഇന്ത്യ ഹൈക്സിൻ്റെ ആണ്. സെക്കൻഡ് WWF. ഇത് പ്രസൂൺ എടുത്ത പിക്ചേഴ്സുള്ള ഒരു കലണ്ടറാണ്. ഈ 3 കലണ്ടേഴ്സിലും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും പല പിക്ചേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ട്രക്കിംഗ് റൂട്ട്സ് ആണ്, അതേപോലെ സെക്കൻഡ് വൺ മാമൽസിൻ്റെ പിക്ചേഴ്സാണ്. പക്ഷെ തേർഡ് വൺ നമുക്കൊരു കളക്ഷൻ ഓഫ് മാമൽസ്, അതേപോലെ തന്നെ ഇൻസെക്ട്സ്, അതേപോലെ തന്നെ ബേർഡ്സ്, ഇങ്ങനെയുള്ള ഒരു കളക്ഷൻ ഓഫ് പിക്ചേഴ്സാണ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇതിലെന്ന് പറയുമ്പം സ്പെസിഫിക്കലി ഡേറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങളെല്ലാം ക്ലിയർലി സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു പിക്ചറിനെ പറ്റി കൂടുതൽ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നതാണ്. ആൻഡ് ഈ 2 കലണ്ടേഴ്സ് നമുക്ക് പേപ്പർ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ തിന്നായിട്ടുള്ള പേപ്പറായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഇത് ടച്ച് ചെയ്യുമ്പോഴത്തേക്കും. പക്ഷേ ഇത് കുറച്ച് തിക്കായിട്ടുള്ള ഒരു പേപ്പറാണ്, കുറച്ച് ക്വാളിറ്റിയുള്ള പേപ്പറാണ്, നമുക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കലണ്ടർ എന്ന് പറയുന്നത് ഒരാളെടുത്ത പിക്ചേഴ്സാണ്, ടോട്ടലി ഒരാളെടുത്ത പിക്ചേഴ്സാണ്. അൺലൈക്ക് ദീസ് 2 കലണ്ടേഴ്സ്, ഇതിലെന്ന് പറയുമ്പം ഒരുപാട് ആൾക്കാർ എടുത്തിട്ടുള്ള പിക്ചേഴ്സ് ഒരുമിച്ചിട്ടുള്ള ഒരു കളക്ഷൻ ഓഫ് പിക്ചേഴ്സാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ ഒരാളെടുത്ത പിക്ചേഴ്സാണ് ഓൾ ടോട്ടൽ. പിന്നെ ഇതിൻ്റെ സൈസിലും ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഇതെന്ന് പറയുമ്പോൾ ഒരു സൈഡിൽ മാത്രമേ പിക്ചർ കൊടുത്തിട്ടുള്ളൂ. ജസ്റ്റ് ഇവിടെ നോക്കുവാണെങ്കിൽ ഈ സൈഡിൽ പിക്ചർ, പിന്നെ ഈ സൈഡ് എന്ന് പറയുമ്പം ആ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഇതായിട്ടുള്ള രീതിയിൽ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു പിക്ചർ ഉണ്ട്, അത് കഴിഞ്ഞ് ഇവിടെ നമുക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ വേറൊരു പിക്ചർ ഉണ്ട്. ടോട്ടലി ഇതിൽ രണ്ടിലും നോക്കുകയാണെങ്കിൽ മാക്സിമം ഒരു 6-7 പേജേ കിട്ടുള്ളൂ. പക്ഷേ അതിൽ കൂടുതൽ പേജസ് ഉണ്ട് ആൻഡ് ഇൻഫർമേഷൻസും കൂടുതലാണ്. പിന്നെ ഈ 2 കലണ്ടേഴ്സിലും പെർഫറേഷൻസ് ഉണ്ട്, പക്ഷേ ഇതിന് അതില്ല.